Hallelujah.
സ്തുതിയിങ്കൽ ജയമുണ്ട്. ആമേൻ. ആരാധനയിങ്കൽ ജയമുണ്ട്. സ്തുതിയിങ്കൽ ജയമുണ്ട്. ആരാധനയിങ്കൽ ജയമുണ്ട്. കരങ്ങളെ വീശി സാത്താനിന്മേലെ ജയം 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 ജയം. സാത്താനിന്മേലെ ജയം എൻ മനമേ. ഹല്ലേലൂയ. ജയമുണ്ട് എൻ മനമേ. ഓ സ്തുതിയിൽ ജയമുണ്ട് എൻ മനമേ. ആരാധനയിൽ ജയമുണ്ട് എൻ മനമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഈ രാത്രിയിൽ ഈ പ്രഭാതത്തിൽ അർപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. आमेन. परमेश्वर की स्तुति हो. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം സൂക്ഷിച്ചതിനായി കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒരു ഉറച്ച വിശ്വാസത്തോടെ സാധിക്കുമെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞാട്ട്. आमेन. Praise अपने God. आवाज को ऊंचा करके जोर से परमेश्वर की स्तुति करे. एक जीवित भूमि पर हमें जीवित रखा है, उस परमेश्वर के लिए आवाज उठाकर हल्लेलुया स्तुति करे. ഹല്ലേലൂയ. हालेलुया. Praise the Lord. परमेश्वर की स्तुति Praise the हो. Lord. ഈ ആരംഭ സെക്ഷനിൽ തന്നെ ഈ സ്തോത്രത്തിലും സ്തുതിയിലും ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം വ്യാപരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. और शुरुआती में इस हल्लेलुया स्तुति में परमेश्वर की बहुत बड़ा जो चमत्कार को हम देख सकते हैं. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസനായിരുന്ന പാസ്റ്റർ റഹിനാഡ് ബോംഗെ തന്റെ ക്രൂസൈഡിൽ തന്നെ ആഭിചാരത്തിൽ കൂടി തകർക്കുവാൻ വന്ന മന്ത്രവാദികളെ ഒരൊറ്റ ഹല്ലേലൂയയുടെ മേൽ തകർന്നു വീണതുപോലെ ഇന്ന് രാത്രിയിലും ഈ ഒരൊറ്റ സ്തുതിയുടെ മേൽ ദുരാത്മാക്കൾ മുഴുവൻ തകർന്നു വീഴുന്നത് ആത്മാവിൽ കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് आमेन. ഗോഡ്. एक बहुत बड़े परमेश्वर के दास जो जिसका नाम है रेनॉल्ड बोंखे, उसके विरोध में जब मंत्रवादी शक्ति और वो सारे लोग जब उसके विरोध में हालेलुया उसके विरोध में आए, तब एक ही हालेलुया बोलकर वो सारे शक्ति को नाश किया है. वैसे जब हम भी हालेलुया बोलेंगे सभी विरोधी शक्ति वो नाश होंगे यीशु के नाम से. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. സ്തുതിയും സ്തോത്രവും നിങ്ങളുടെ ഭവനങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. आमेन. स्तुति और प्रशंसा आपके और हमारे घर में हमेशा ऊंचा होने पाए. Praise the Lord. हालेलुया. ഹല്ലേലൂയ. धन्यवाद യേശു. സ്തുതിയിൽ ജയമുണ്ട്, ആരാധനയിൽ ജയമുണ്ട്. आमेन. स्तुति में विजय है, आराधना में भी विजय है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നിട്ട് അല്പസമയം. और इसीलिए अपने मुंह को खोलकर कुछ समय तक परमेश्वर की स्तुति करते रहे. Praise the Lord. परमेश्वर की स्तुति हो. അധരങ്ങളെ തുറന്നാട്ട്, അധരങ്ങളെ തുറന്നാട്ട്. Praise the Lord. अपने मुंह को खोले और बोले परमेश्वर की स्तुति हो. ഹല്ലേലൂയ. हालेलुया. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലേക്ക് എല്ലാവരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. और आज के आशीषित सभा में आप सभी को हम स्वागत करते हैं. ഈ പകൽക്കാലം നമുക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ ബുക്ക് ഓഫ് ആക്ട്സ് അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. और आज की सभा में भी हम प्रेरित की किताब उसका 12 अध्याय को हम ध्यान करने जा रहे കഴിഞ്ഞ हैं. ഞായറാഴ്ച ദിവസം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1, 2, 3, 4, 5 വാക്യങ്ങൾ നമ്മൾ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ ഒരുക്കി. और पिछले हफ्ता हमने इसी अध्याय उसका 12 का 1, 2, 3, 4 और 5 जो वचन है हमने ध्यान किए थे. വളരെ ചുരുക്കമായി പറഞ്ഞു പോകാം. ഹെരോദോ രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. 1, 2 വാക്യങ്ങൾ. और अगर हम छोटे से बोले तो ये जो हेरोदेस राजा था, ये यूहन्ना का भाई याकूब को पकड़कर उसको तलवार से मार डाला. അവൻ ചിലവരെ പീഡിപ്പിക്കേണ്ടതിന് കരം നീട്ടി. और बहुत सारे लोगों को सताने के लिए अपने हाथ को बढ़ाया. ഇത് യഹൂദന്മാരെ പ്രസാദിപ്പിക്കേണ്ടതിന് അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. और ये सारी चीज इसीलिए किया क्योंकि वो हेरोदियों लोगों को वो प्रसन्न
करना चाहते थे। എന്നാൽ യഹൂദന്മാരുടെ ഒരു പ്രത്യേക പെരുന്നാൾ പെസഹ പെരുന്നാൾ കടന്നു വരുന്നതിന് തൊട്ടു മുൻപ് അവർ പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെയും അവർ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. और फसा के जो पर्व के समय में उन लोगों ने पतरस को भी पकड़कर उनको कारागृह में डाल दिया। ഈ കാരാഗൃഹത്തിൽ പത്രോസ് കിടക്കുമ്പോൾ രണ്ട് പടയാളികളുടെ നടുവിൽ ബന്ധിക്കപ്പെട്ടവനായി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കിടന്ന് ഉറങ്ങുന്ന കാഴ്ച 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. और अगर हम चौथे वाक्य को हम पढ़ेंगे वहां पर हम देख सकते हैं कि पौलुस पतरस को भी कारागृह में डाल दिया और दो सैनिक उसके अगल बगल में रखकर वो वहां पर था। ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. और ऐसे एक समय में कलीसिया और उसके लिए निरंतर लो लगाकर प्रार्थना करते रहे। പ്രാർത്ഥനയ്ക്ക് ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. प्रार्थना में हालेलुया हम निरंतर प्रार्थना करते रहना है। ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വിത്തൗട്ട് സീസിങ്, മടുപ്പില്ലാതെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. और यहाँ पर हम देख सकते कि उन लोग लो लगाकर परमेश्वर से प्रार्थना कर रहे थे। അവരുടെ ഏക പ്രതീക്ഷ അവരുടെ പത്രോസിനെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളായിരുന്നു അവരുടെ ആഗ്രഹം. और उनका जो इच्छा क्या था, उनका एक ही आग्रह था कि कैसे भी पत्रोस उस कारागृह से बाहर എന്നെ आए। ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ പറയുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ശ്രദ്ധയുണ്ടാകണം. आमीन। प्रिय भाई बहन, आप लोग जो हमें देख रहे हैं, हम बोलना चाहते हैं कि प्रार्थना हमें निरंतर करना है। നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും 90% 80% ഓഫ് അവർ പ്രയർ നമ്മൾ പലതും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. और ज्यादातर समय हालेलुया समय हम क्या करते हैं, कभी कभी हम प्रार्थना करते हैं। നമ്മുടെ മനസ്സിൽ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവാത്മാവ് തരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. और हम क्या करते हैं, जो विषय परमेश्वर हमारे मन में डालता है उसी विषय के लिए हम प्रार्थना करते हैं। എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ശ്രദ്ധയുണ്ടാകട്ടെ. लेकिन आज हमें सुनने वाले भाई बहन, हमारे प्रार्थना को लो लगाकर हमें प्रार्थना करना है। ഇന്ന് രാത്രി മുതൽ ഇന്ന് പ്രഭാതം മുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഏകാഗ്രത ഉണ്ടാകട്ടെ. और अभी से हमारे प्रार्थना में एक जागृति होना चाहिए। ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നിരന്തരം അതിനുമേൽ വീണ്ടും വീണ്ടും ആത്മാവിൽ ജാഗരിക്കുന്ന ഒരു പരുന്ത് ജാഗരിച്ച് നിൽക്കുന്നത് പോലെ, വട്ടമിട്ട് കറങ്ങി പറന്ന് നടക്കുന്നത് പോലെ ഒരേ വിഷയത്തിന്മേൽ നമ്മുടെ കണ്ണുകൾ പറന്നിറങ്ങുമാറാകട്ടെ. और हमें क्या करना है, जब हमें किसी विषय को मिलता है उस विषय के ऊपर हमें लौ लगाकर प्रार्थना करना है। जब तक वो प्रार्थना का उत्तर ना हो तब तक हमें लौ लगाकर निरंतर एक धैर्य के साथ हमें प्रार्थना करना है। കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിപ്പനടിയായി തീർന്നു. ഹെരോദാവ് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനല്ല, ഒരു രാജ്യത്തിന്റെ രാജാവാണ്, ഒരു ദേശത്തിന്റെ അധിപതിയാണ്, ഒരു മതത്തിന്റെ ലീഡറാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ ഒരു വ്യക്തിയാണ് ഏക ഭരണാധികാരിയായി ഏക രാജാവായി പത്രോസ് എന്ന് പറഞ്ഞ അപ്പോസ്തലനെ, മീൻപിടുത്തക്കാരനെ, മീൻ പിടിച്ചുകൊണ്ടിരുന്നവനെ, 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്നവനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുന്നത്. और ये जो हेरोदेस जो था वो कोई साधारण व्यक्ति नहीं था, वो एक राज्य के राजा था, वो एक अधिकारी था, राज्य को चलाने वाला था। और वो एक व्यक्ति ने जो पतरस है, जो मछली पकड़ने वाले व्यक्ति को, जो यीशु के साथ 3.5 साल चलने और फिरने लगा, उसी व्यक्ति को पकड़कर कारागृह में डाल दिया। പത്രോസിനു വേണ്ടി വാദിക്കുവാൻ അഡ്വക്കേറ്റുമാരില്ല. और यहाँ पर पतरस के लिए लड़ाई करने के लिए कोई भी एडवोकेट नहीं थे। പത്രോസിനു വേണ്ടി വാദിക്കുവാൻ മന്ത്രി പദവികളിൽ ഉള്ളവരില്ല. और पतरस के लिए सहायता करने के लिए कोई भी मंत्री लोग भी उनके साथ नहीं था। പത്രോസിനു വേണ്ടി വാദിക്കുവാൻ, പത്രോസിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. और पतरस के लिए रेकमेंड करने के लिए, उसके लिए खड़ा होने के लिए कोई भी अधिकारी भी उनके साथ नहीं था। ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചിലരുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. और इस समय सुनने वाले प्यारे भाई बहन, आपके भी अवस्था ऐसे ही होंगे നിനക്ക് വേണ്ടി शायद। സംസാരിപ്പാൻ ഭൂമിയുടെ മുഖത്ത് ഒരു പക്ഷേ ആരും കാണില്ലായിരിക്കാം. और इस दुनिया में शायद कोई भी ऐसा नहीं है जो आपके लिए खड़ा हो सकता है या आपके लिए बात कर सकता ഒരു है। അഡ്വക്കേറ്റിനെ പോയി കാണുവാൻ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ലായിരിക്കാം. और
ऐसा भी हो सकता है कि आप किसी एडवोकेट के पास जाने के लिए उतने पैसे भी और संपत्ति भी नहीं हो सकेंगे। പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് സഹോദരന്മാരെ കാണുന്നു, കയീനും ഹാബേലും. ഹാബേലിന് വേണ്ടി സംസാരിക്കാൻ സ്വന്തം പിതാവ് പോലും രംഗപ്രവേശം ചെയ്യാതിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? आमीन। अगर हम पुराने नियम में अगर हम देखेंगे जो दो भाई के विषय में जो कैन और हाबेल है, उस समय जब हाबेल को मार दिया गया था, उसके पिता उसके पास बात करने के लिए नहीं था, लेकिन स्वर्गीय पिता कैन से पूछ रहा है कि तुम्हारा भाई किधर है। സ്വന്തം പിതാവ് പോലും ഒരുപക്ഷെ നിനക്ക് വേണ്ടി സംസാരിപ്പാൻ കാണില്ലായിരിക്കും. एक एक समय ऐसा भी हो सकता है जहां आपके पिता आपके लिए बोल नहीं सकता സ്വന്തം होगा। സഹോദരന്മാർ ഒരുപക്ഷെ നിന്നോട് സംസാരിപ്പാൻ നിനക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിപ്പാൻ കാണില്ലായിരിക്കും. बहुत सारे समय में आपके भाई लोग भी नहीं मिल नहीं सकता जिस समय आपके लिए बात करना है। എന്നാൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ ഒരു സർവ്വശക്തനായ ഒരു ദൈവമുണ്ട്. लेकिन आपको और हमें बनाने वाले एक सर्वशक्तिमान परमेश्वर है। ഈ പ്രഭാതത്തിൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി സംസാരിക്കുന്ന തുറന്ന സ്വർഗ്ഗമുള്ള ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തിയ നല്ല ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. और പ്രൈസ് इस ഗോഡ്. समय कितने लोग आप में से विश्वास स्तोत्रम। करते हैं कि मेरे लिए बात करने वाला एक स्वर्गीय पिता है? अगर आप विश्वास करते तो अपने हाथ को उठाकर परमेश्वर की स्तुति करें। എനിക്കും നിങ്ങൾക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ട്. आमीन। आपके लिए और हमारे लिए अभी भी बात करने के लिए एक परमेश्वर है। പത്രോസ് രണ്ട് പടയാളികളുടെ നടുവിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിന്റെ അകത്തടങ്ങളിൽ പടയാളികൾ കാവൽ കാത്തുകൊണ്ട് അവൻ ഉറങ്ങുകയായിരുന്നു. और यहाँ पर पत्रोस चार सिपाहियों के बीच में हालेलुया वो वहाँ पर सो रहा था। Praise God. Hallelujah. ഇത്ര പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഉറങ്ങുവാൻ തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. आमीन। इतने ऐसे एक हालात में ऐसे एक परिस्थिति में सोने के लिए एक भाग्य दिया है, परमेश्वर की स्तुति हो। അധ്വാനം കൊണ്ട് നേടാൻ സാധിക്കാത്തത്, സാലറി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്തത്, വരുമാന മാർഗം കൊണ്ടോ പിതൃസമ്പത്ത് കൊണ്ടോ നേടിയെടുക്കാൻ സാധിക്കാത്തത് അവൻ രാത്രിയിൽ തന്റെ ഭക്തന്മാർക്ക് നിദ്രയിൽ അവൻ കൊടുക്കുവാൻ ഇടയായിത്തീരും. आमीन। हाल अपने संपत्ति के द्वारा, अपने पैसों के द्वारा, अपने कमाई के द्वारा, अपने ये सारे चीजों के द्वारा जो चीज नहीं मिल सकता है, वो अपने संतानों लोग को अच्छा निद्रा देता है। उस परमेश्वर की स्तुति हो। ഈ പകൽ പരിശുദ്ധാത്മാവാരോട് സംസാരിക്കുന്നു. और इस समय परमेश्वर की आत्मा किसी से बात कर रहा है। സ്വപ്നത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്ന് അവൻ നന്മകളെ കൈമാറുന്നവനത്രേ. आमीन। और स्वप्न में वो आकर बहुत प्रकार के आशीषों को देकर आशीष करते हैं। യോസഫിന് ഇൻഫർമേഷൻ ലഭിച്ചത് സ്വപ്നത്തിലാണ്. ശലോമോന് ജ്ഞാനം ലഭിച്ചത് സ്വപ്നത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വചനം പ്രകാരം പഠിക്കും. യാക്കോബിന് അവന് പേര് മാറിയത് അവൻ ദൈവത്തോട് മല്ല് പിടിച്ചപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, രാത്രിയിൽ നീ ഉറങ്ങുമ്പോൾ നിന്റെ പരിസ്ഥിതികൾ, സാഹചര്യങ്ങൾ മാറുവാൻ പോവുകയാണ്. आमीन। यूसुफ को परमेश्वर ने स्वप्न के द्वारा बात किया है। वैसे हालेलुया बहुत सारे दासों को बातों में स्वप्न के द्वारा बात किया है। वैसे जब आप भी सोते हैं, स्वप्न के द्वारा परमेश्वर बात करके आपके हालातों को बदले। കാവൽക്കാർ കുറച്ചു നേരത്തേക്ക് പത്രോസിനെ കാവൽ ജോലിയും അനുവദിച്ചു. हालेलुया कुछ समय के लिए पत्रस को उस कारागृह में डालने के लिए परमेश्वर ने हालेलुया अनुमति दिया എന്നാൽ है। അല്പസമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വചനം പഠിക്കുമ്പോൾ കാണുവാൻ പെട്ടെന്ന് ഇന്ന് രാത്രിയിലും ചില സംഭവങ്ങൾ, ചില നന്മകൾ, ചില വിടുതലുകൾ, ബ്രേക്ക്ത്രുകൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകാൻ പോകുകയാണ്. लेकिन वचन ऐसा कहता है कि तुरंत एक चीज हुआ है। वैसे परमेश्वर आप सभी के जीवन में तुरंत अद्भुत कार्य को करे। നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയമായിരിക്കില്ല ഒരുപക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കില്ല ഒരുപക്ഷേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചില കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്നു. പെട്ടെന്ന് ചിലർക്ക് ഭവനങ്ങൾ ലഭിക്കാൻ പോകുന്നു. പെട്ടെന്ന് ചിലർ രക്ഷ പ്രാപിപ്പാൻ പോകുന്നു. പെട്ടെന്ന് കൂട്ട സ്നാനം നടക്കുവാൻ പോകുന്നു. പെട്ടെന്ന് ഭാരതം ഉണർവിലേക്ക് വരുവാൻ പോകുന്നു. ആമേൻ പറഞ്ഞ് ഈ രാത്രിയിൽ പകൽ ഈ വചനത്തെ സ്വീകരിക്കാം. പ്രൈസ് ഗോഡ്. आमीन। एक समय शायद आप सोच नहीं रहेंगे या एक समय आप प्रार्थना नहीं कर रहे होंगे, लेकिन उस समय परमेश्वर
तुरंत उस समय परमेश्वर आपके लिए कार्य कर रहा है, वो आपके जीवन को बदल रहा है, वो बहुत सारे लोगों को हाल परमेश्वर के Praise पास God. ला रहा है, बपतिस्मा को दे रहा है, लोगों को उठा रहा है, हालेलुया, तुरंत देश को बचा रहा है यीशु के नाम से। ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. ദൂതൻ അവിടെ പ്രത്യക്ഷനാകുകയാണ്. आमीन। वहां पर एक स्वर्गदूत खड़ा हुआ അനേക है। ദൂതന്മാർ തിരുവചനത്തിനകത്ത് പ്രത്യക്ഷനായിട്ടുണ്ട്. बहुत सारे समय में वचन में लिखा है कि स्वर्गदूत एक जगह पर आया है, എന്നാൽ ഒരു പ്രത്യേക ദൗത്യവുമായി ഒരു ദൂതൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. लेकिन यहाँ पर एक विशेष कार्य के लिए स्वर्गदूत आता है। തന്റെ സഭ തനിക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു, ഏഞ്ചൽ ഗെറ്റ് റെഡി ആൻഡ് ഗോ ആൻഡ് ഡെലിവർ. പത്രോസിനെ പോയി വേഗത്തിൽ വിടുവിക്കുക എന്ന ദൂതൻ സ്വർഗത്തിലുള്ള ഓർഡറും വാങ്ങിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. आमीन। ये सभा लो लगाकर प्रार्थना करते वक्त स्वर्ग में पिता ने कहा स्वर्गदूत को आप तैयार हो जाओ और वहां पर जाओ। 38 വർഷമായി കുളക്കടലിൽ കിടന്ന മനുഷ്യൻ കിടന്ന കിണറിനകത്ത് ഒരു ദൂതൻ വർഷാവർഷം അല്ലെങ്കിൽ അതത് സമയത്ത് ഇറങ്ങി വന്ന് കുളം കലക്കുമ്പോൾ രോഗികൾ സൗഖ്യമായിരുന്നു. എന്നാൽ ഇന്നും അതേപോലെ തന്നെ എത്ര ആഴത്തിലുള്ള ജയിലിലാണെങ്കിലും പത്രോസിനെ വിടുവിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. आमीन। 38 साल से एक व्यक्ति जो बीमार था और उस पुल उस कुंड के सामने था, उस समय परमेश्वर स्वर्गदूत को भेजकर वो पानी हिलाने के वक्त जो कोई उसमें आता था गिरता था वो चंगा होता था। वैसे हालेलुया, जब पतरस भी इस कारागृह में था, परमेश्वर अपने स्वर्गदूत को भेजा है। എന്റെയും നിങ്ങളുടെയും ആത്മീക അനുഭവങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ മാറ്റാൻ പോവുകയാണ്. आमीन। आपके और हमारे जो आत्मिक जो चीज है उसको बदलने वाला है इन दिनों में परमेश्वर। മനുഷ്യരുടെ സഹായം പ്രാപിക്കുകയും മനുഷ്യർക്ക് സഹായം കൊടുത്തുകൊണ്ടിരുന്ന നിലവാരം കഴിഞ്ഞ് ദൂതന്മാരുടെ സഹായം സ്വീകരിക്കുകയും ദൂതന്മാരുടെ സഹായം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് ദൈവസഭയും ദൈവജനവും ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്, എഴുന്നേൽക്കാൻ പോവുകയാണ്. आमीन। इंसान लोगों के सहायता से बढ़कर इन दिनों में परमेश्वर स्वर्गीय सहायता के लिए परमेश्वर दरवाजों को खोल रहा ഇവിടെ है। പത്രോസിനെ പെട്ടിരിക്കുന്നത് സാധാരണ ജയിലിലല്ല, അകത്തിട്ടിരിക്കും പൂട്ടിരിക്കുകയാണ്, അകത്ത് എത്ര ഉൾത്തടങ്ങളിൽ പിശാച് നിന്നെ തകർക്കുവാനോ ഒതുക്കുവാൻ ശ്രമിച്ചാലും ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു നസ്രന യേശുവുണ്ട്. എത്ര അകത്തും ഇറങ്ങി വന്ന് ദൂതന്മാർ ഇറക്കി നിർത്തി വിടുവിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവം. आमीन। यहाँ पर पतरस को एक साधारण कारागृह में नहीं डाला, उसको बहुत भीतरी कोठरी के अंदर उसको डाला था, लेकिन स्वर्गदूत वहां पर जाकर उसको छुड़ाया है। वैसे अगर आप भी बहुत सारे ऐसे समस्या में बहुत अंदर के परेशानी में अगर आप जा रहे हैं, परमेश्वर काबिल है अपने स्वर्गदूत को भेजकर आपको वहां से छुड़ाने के लिए। 7ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൂതൻ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി പറയുന്നു, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി എന്ന് വചനം പറയുവാൻ സാധിക്കുന്നു. और यहाँ पर साथ में हम देख सकते हैं कि स्वर्गदूत वहां पर आकर उसको बुलाया और कहा कि तुम उठो, और उसी समय उसके हाथ से जो चेन थे वो टूट गया है और वो खड़ा हो गया। ദൂതന് വേണമെങ്കിൽ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ജയിലുകളെല്ലാം തകർത്ത് പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ വളരെ പുഷ്പം പോലെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ പത്രോസ് ഇതില്ല, എഴുന്നേൽക്കുക. വിലാപ്പുറത്ത് തട്ടിയിട്ട് പറയുകയാണ്, എഴുന്നേൽക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, ഞാൻ നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വരാൻ തയ്യാറാണ്. വിലാപ്പുറത്തൊരു തട്ടൽ, ഒരു തലോടൽ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുവാനുള്ള സമയമായി. आमीन। और वहां पर उसके हाथों से जंजीरें खोल गिर पड़ा है, और वो जब पतरस के पसली पर मारा और कहा कि तू हालेलुया पूर्ति कर, और उसी वक्त हालेलुया उसके हाथों से हर एक जंजीर गिर गया है। वैसे परमेश्वर के स्वर्गदूत कहता है कि आप भी फुर्ती करे। ദൂതൻ ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് പത്രോസിന്റെ കയ്യിൽ കിടന്ന ചങ്ങല വീണുപോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. और जब वो स्वर्गदूत वहां पर आ खड़ा हुआ, पत्रोस के हाथों से जो भी जंजीरें थे वो टूटकर गिरने लगे। പത്രോസ് ഒരു ബലവും അതിനുവേണ്ടി ഉപയോഗിച്ചില്ല. और पतरस कोई भी शक्ति इस्तेमाल नहीं किया है, പത്രോസിന്റെ ഒരു ആരോഗ്യവും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വന്നില്ല. और उसका कोई भी स्वास्थ्य का जरूरत वहां पर नहीं हुआ, പത്രോസിന് ഒരു ശ്രമം നടത്തേണ്ടി വന്നില്ല. और वहां पर वो कितना भी हार्ड वर्क भी कुछ नहीं किया। പത്രോസ് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ സംഭവിച്ചു, കൈകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകൾ വീണു പോയി. ഒന്നുകിൽ
ചങ്ങലകൾക്ക് വർധനവുണ്ടായി. ഇല്ലെങ്കിൽ പത്രോസിന്റെ കൈ ചെറുതായി. സാധാരണ ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ട് പൂട്ടുമ്പോൾ ആ ചങ്ങല വളരെ ടൈറ്റിലായിരിക്കും പൂട്ടുന്നത്, ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്തത്. എന്നാൽ വചനം പറയുന്നു ആ ചങ്ങലയുടെ കണ്ണികൾ ദൂതന്മാരുടെ സാന്നിധ്യത്താൽ വലുതായി മാറി. और यहाँ पर जब पतरस ने उठ खड़ा हो गया है, उसके हाथों से जितने भी जंजीरें थे वो सब टूट के गिर गया है. कैसे हुआ? जब परमेश्वर की उपस्थिति आया वो सारा चीज टूटने लगा. നിങ്ങളെ മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് ചങ്ങലകൾ വളരെ ടൈറ്റായി, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വളരെ ടൈറ്റായി കുറച്ച് നാളത്തേക്ക് നിങ്ങളെ പിടിച്ചു വച്ചിരിക്കാം. എന്നാൽ ദൂതൻ ഇറങ്ങി കഴിയുമ്പോൾ ആ ടൈറ്റ്നെസ് ഒക്കെ വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തോടെ ചലിപ്പിക്കാൻ, ഊരിയെടുക്കാൻ പാകത്തെങ്കിൽ ആ ടൈറ്റ്നെസ്, നിങ്ങളുടെ ജോലിയിലുള്ള പ്രഷറുകളെ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലുള്ള പ്രഷറുകളെ അതെല്ലാം മാറി ഒരു വലിയ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഈ ദിവസങ്ങൾ നിങ്ങൾ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. आमेन. आपके जीवन में आपको आगे बढ़ने के लिए, नहीं देने के लिए जो भी जंजीरें हैं आपके हाथों को बांध कर रखा है, लेकिन जब स्वर्गदूत आता है वो सारे चीजों से आप बाहर आ जाएंगे. और वैसे ही परमेश्वर इन दिनों में आपके हाथों से, आपके जीवन से हर एक जंजीरें को तोड़कर आप बाहर आइए. ദൂതൻ പത്രോസിനോട് പറയുന്നു, അരകെട്ടുക, ചെരുപ്പിട്ട് മുറുക്കുക. और यहाँ पर स्वर्गदूत कहता है कि फुर्ती करो, अपना जो जूता है वो पहन लो. അവൻ അങ്ങനെ തന്നെ ചെയ്തു. और वो वैसे ही किया. ദൂതൻ സാധാരണ ഒരു കാര്യം പറയുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അടുത്ത കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ റെഡിയാണ്. हालेलुया. और जब आप हालेलुया स्वर्गदूतों के बातों को सुनते हैं तब वो और भी आने वाली चीजों को भी वो बताता है. പത്രോസിനോട് ചോദിക്കാൻ പറഞ്ഞു, ഞാൻ എന്തിനാ ചെരുപ്പിടുന്നത്, നിനക്ക് എന്നെ എടുത്തുകൊണ്ട് പോയിക്കൂടെ? ഞാൻ എന്തിനാ അരകെട്ടി മുറുക്കുന്നത്, നിനക്ക് ഈസി ആയിട്ട് എന്നെ പുറത്തു കൊണ്ടുപോയിക്കൂടെ? നോ, മറു ചോദ്യമില്ല. കർത്താവ് പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഈ പകൽ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ റെഡിയാണ്. आमीन. पतरस ने ऐसा नहीं पूछा कि क्यों मुझे जूता पहनना है, क्यों मुझे ऐसा करना है, आप बाहर ही मुझे वैसे ले जा सकते नहीं. जब आप स्वर्गदूत या परमेश्वर के बात को जब आप सुनेंगे, परमेश्वर आपके लिए अद्भुत कार्य को ദൂതൻ करेगा. പത്രോസ്, നിന്റെ വസ്ത്രം പുതച്ചു നീ എന്റെ പുറകെ വരിക. और स्वर्गदूत ने कहा कि तुम अपने जो वस्त्र वो पहनकर मेरे पीछे आ जाओ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പലരോടും പറയുന്നു, നിന്റെ മുൻപിൽ നടക്കുവാൻ ദൈവം ഒരു ദൂതനെ നിയോഗിച്ചാക്കിയിട്ടുണ്ട്. और इस समय परमेश्वर की आत्मा कह रहा है कि आपके आगे आगे जाने के लिए परमेश्वर अपना स्वर्गदूतों को भेज रहा है. നിന്റെ മുൻപിൽ നടക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ, ശത്രുക്കളെ നശിപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ദൂതന്മാരെ ഇന്ന് പകൽ കർത്താവ് അപ്പോയിന്റ് ചെയ്ത് ഇന്ന് മുതൽ ആക്കി വെക്കുകയാണ്. പ്രൈസ് ഗോഡ്. आपके आगे आगे स्वर्गदूत जाकर आपके लिए युद्ध करने के लिए, आपके हर एक बंधन को तोड़ने के लिए, आपके लिए रास्ता करने के लिए परमेश्वर अपने स्वर्गदूत को भेज रहा है. ഇതൊരു അസാധാരണ യാത്രയാണ് പത്രോസ് ഈ നിമിഷം ചെയ്യുന്നത്. आमीन. अभी तक हालेलुया यहाँ पर हम देख सकते हैं कि पतरस का एक असाधारण जीवन को, ഇതൊരു സാധാരണ യാത്രയല്ല. ജയിലിലേക്ക് കടന്നു വന്നതും ഈ അരമനയിലേക്ക് കടന്നു വന്നല്ല സ്വന്തം കാലുകൾ കൊണ്ട് ബലത്തോടെ തന്നെ ശക്തി കൊണ്ട് കടന്നു വന്നെങ്കിൽ അവന്റെ മടങ്ങിപ്പോക്ക് ഒരുവന്റെ പിന്നാലെ പോവുകയാണ്. പറയുകയാണ്, ഞാൻ ദർശനം കാണുന്നു, നിരൂപിക്കത്തക്ക രീതിയിൽ സ്വപ്നം കാണുന്നു, വിശ്വസിക്കാൻ പറ്റാവുന്നതിനപ്പുറമായി തന്റെ ശരീരം ഒരു ദൂതന്റെ പിന്നാലെ ചലിച്ചു പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. आमीन. यहाँ पर साधारण रीति से ये इस बंदीगृह में आया है, लेकिन यहाँ से जैसे जा रहा है वो सोच भी नहीं सकता. एक दर्शन के जैसा वो अनुभव कर रहा है कि स्वर्गदूत उसके आगे आगे जा रहा है. പത്താമത്തെ വാക്യം പറയുന്നു, ഒന്നാം കാവൽ രണ്ടാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. ഒന്നാം കാവൽ കഴിഞ്ഞു, രണ്ടാം കാവൽ കഴിഞ്ഞു, രണ്ടും ഇരുമ്പ് ഗേറ്റുകളാണ്. और वहां पर हम 10 में देख सकते कि वो सारे फाटकों 1 2 3 ऐसे हर एक फाटकों से वो बाहर जा रहा है. ഓരോ വാതിൽക്കലെങ്കിലും പടയാളികൾ കാവൽ നിൽപ്പുണ്ട്. और हर एक फाटक के सामने सिपाही लोग खड़े हैं. ഓരോ കാവൽക്കെങ്കിലും ഡോറുകൾ ഉണ്ടാകും. പുറത്തിറങ്ങാൻ സാധിക്കാത്തവണ്ണം ഗ്രില്ലുകൾ കാണും, അല്ലെങ്കിൽ ഡോറുകൾ കാണും. और एक फाटकों में हम देख सकते कि ग्रिल्स है, दरवाजा है. साधारण रीति से कोई भी बाहर जा ഇവിടെ नहीं യഥാർത്ഥത്തിൽ सकते. എന്താണ് സംഭവിച്ചത്? लेकिन सच्चाई में यहाँ पर क्या हुआ? ഈ പടയാളികൾ കാണാതെ വണ്ണം എങ്ങനെയാണ് ഈ ദൂതനും പത്രോസും പുറത്തു വന്നത്? ये सिपाही ना देखे कैसे स्वर्गदूत और पतरस कैसे बाहर आए? സാധാരണ ഒരു ജയിൽ എന്ന് പറയുന്നത് ഇരുമ്പറയ്ക്കുള്ളിലായി, ഇരുമ്പഴികൾക്കുള്ളിലായിരിക്കും ഒരു ജയിൽ എന്ന് പറയുന്നത്. अगर हम जेल के बारे में कहेंगे तो वो पूरे लोहे से बना हुआ एक जेल है. ഒന്നുകിൽ ഈ ജയിലിന്റെ അഴികൾക്ക് വർധനവുണ്ടായി കാണും, ഇല്ലെങ്കിൽ പത്രോസിന്റെ ശരീരം വളരെ നാരോ ഒരു ശരീരമായി ദൈവം മാറ്റി കൊടുത്തു കാണും. या तो वो
जो जो बार से वो चौड़ा हो गया, या तो पतरस के जीवन छोटा हो गया। ഇനി എത്ര വലിയ മനുഷ്യൻ നിനക്ക് വിരോധമായി പ്ലാൻ ചെയ്തിട്ടാലും അതിന് നടുവിൽ കൂടി നിന്നെ സ്വസ്ഥതയോടെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. आमीन। आपके विरोध से कितना भी बड़ा या कोई भी आपके विरुद्ध आ सकता है, लेकिन उसके बीच में निकालने के लिए परमेश्वर जीवित है और वो सर्वशक्तिमान है। മൂന്നാമത്തെ കാവലിൽ വന്നപ്പോൾ ഇരുമ്പ് വാതിലാണ്. ഇരുമ്പ് വാതിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, അത് പുറത്തിറക്കാൻ സാധിക്കുകയില്ല. ഇരുമ്പ് വാതിൽ സ്വതവേ പത്രോസിനു വേണ്ടി തുറന്നു. और यहाँ पर हम देख सकते हैं कि पत्रोस जो तीसरे बार जो लोहे के जो फाटक है वहां से भी वो बाहर आ रहा है। हालेलुया। हालेलुया। ചില വാതിലുകൾ നിനക്ക് വേണ്ടി സ്വതവേ തുറക്കുവാൻ പോകുന്നു. आमीन। इन दिनों में कुछ दरवाजा, कुछ फाटक आपके लिए अपने आप ही खुलेंगे। നീ അധ്വാനിക്കാത്തത്, നീ അധികം അധ്വാനിച്ച് നേടിയെടുക്കാത്ത ചില ജയങ്ങൾ, ചില വിജയങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ കാണുവാനിടയായി. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ട് നിങ്ങൾ അധ്വാനിച്ച് നേടാത്തത്, നിങ്ങൾ കഷ്ടപ്പെടാത്തത് ചില വാതിലുകൾ നിനക്ക് വേണ്ടി നിങ്ങൾ കർത്താവ് സ്വതവേ തുറക്കുവാൻ പോകുകയാണ്. आमीन। कुछ दरवाजा है जो आपके लिए खुलने वाला है, जिसके लिए आपको परिश्रम या कष्ट करने की जरूरत नहीं है। कुछ दरवाजा अपने आप ही खुलेगा, परमेश्वर आपके लिए करेगा। ജീവിതത്തിൽ ഒരിക്കൽ പോലും, ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ജയിലിന്റെ തുറവട അല്ലെങ്കിൽ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നിട്ടില്ല. आमीन। जीवन में कभी भी लोहे के फाटक अपने आप खुलते नहीं हैं। എന്നാൽ ഈ പത്രോസിന്റെ അഭിഷക്തനെ പിടിച്ചകത്തിട്ടപ്പോൾ ആ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ആ വാതിൽ തീരുമാനിക്കണം, എങ്ങനെയെങ്കിലും ഈ ഭക്തനെ പുറത്തു കൊണ്ടുപോകണം. ഭക്തന്മാരുടെ ദൈവ സാന്നിധ്യം ആ ഡോർ അനുഭവിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ ഡോർ ഓപ്പൺ. आमीन। और ये जब अभिषेक पत्रोस को उस कारागृह में डाला तो वो दरवाजा सोचा कि इस व्यक्ति को मैं अंदर रख नहीं सकता, इसीलिए जब परमेश्वर की उपस्थिति आया वो दरवाजा, वो फाटक अपने आप खुल गया। ഒരു ഇരുമ്പഴികൾക്കകത്ത് നീ ഒതുങ്ങുകയില്ല. आमीन। कोई भी लोहे के फाटक आपको बंद करके रख नहीं सकता। ഒരു അറകളും നിന്നെ തകർത്ത് അകത്ത് വെക്കാൻ പറ്റുകയില്ല. कोई भी दीवार आपको बंद करके रख नहीं सकता। കാരണം ഒരു മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുള്ളത് കൊണ്ട് നീ പുറത്തു വന്നേ മതിയാകുകയുള്ളൂ. आमीन। क्योंकि सभा एक कॉर्नर में आपके लिए प्रार्थना कर रहा है, इसलिए आप बाहर आकर ही रहेंगे। 11ാമത്തെ വാക്യം പറഞ്ഞു പത്രോസിന് സുബോധം വന്നു എന്ന്. और 11 में हम देख सकते कि हालेलुया पतरस को सोच उसके फिर लौट आया। ചില അത്ഭുതങ്ങൾ അങ്ങനെയാണ്. और कुछ अद्भुत ऐसे ही है। സുബോധമില്ലാത്തവരെ പോലെ നമ്മൾ നടക്കും. और हमें कुछ याद नहीं रहेगा, वैसे हम चलेंगे। ആൾക്കാർ പറയും നമ്മൾ ഭ്രാന്തന്മാരാണെന്ന് പറയും. और लोग कहेगा कि ये पागल हो सकता ഇത് है। ഭ്രാന്തല്ല. वो पागलपन नहीं ഇതിൽ है। ഞങ്ങൾ കാണുന്ന ഒരു ആത്മീക തീഗോളമുണ്ട്, ആത്മീക ദർശനമുണ്ട്. और ये आपको देखने वाला एक आत्मिक दर्शन है। ഞങ്ങൾ കാണുന്ന ഒരു ഭാരതത്തിന് ഉണർവുണ്ട്. आपको देखने के लिए एक भारत का एक जागृति है। ലോക രാജ്യത്തിന്റെ ആദ്യത്തെ ഉണർവ് നടന്നത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണെങ്കിൽ അതേ ബ്ലൂ പ്രിന്റ് വീണ്ടും 20ാം ഈ നൂറ്റാണ്ടിലും ഞാൻ ആരംഭിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. आमीन। दुनिया में सबसे बड़ा जागृति को हम प्रेरित उसका 2 में हम देख सकते हैं, वैसे एक जागृति हमारे बीच में होने वाला है। സുബോധമുള്ളവർ സുബോധം പോലെ ജീവിക്കട്ടെ. आमीन। जो जिसका होश है वो होश के साथ जिए। ബുദ്ധിയുള്ളവർ ബുദ്ധി കൊണ്ട് ജീവിക്കട്ടെ. जिसके पास बुद्धि है वो बुद्धि के साथ जिए। ജ്ഞാനമുള്ളവർ ജ്ഞാനം കൊണ്ട് ജീവിക്കട്ടെ. जिसके पास ज्ञान है वो ज्ञान से जिए। പണമുള്ളവർ പണം കൊണ്ട് ജീവിക്കട്ടെ. जिसके पास धन है वो धन के साथ जिए। ഓ നന്മകളുള്ളവർ നന്മകൾ കൊണ്ട് ജീവിക്കട്ടെ. अच्छे वस्तु जिसके पास है वो सारे वस्तु के साथ जिए। കൃപാവരമുള്ളവർ കൃപാവരം കൊണ്ട് ജീവിക്കട്ടെ. जिसके पास कृपा है वो कृपा के साथ जिए। എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരുവനാണോ നിങ്ങൾ ഇന്ന് പകൽ കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി കർത്താവ് വരുത്താൻ നിനക്ക് നിന്നെ സുബോധമില്ലാത്തവനാക്കും കർത്താവ്. आमीन। लेकिन आपके पास जिसके पास कुछ भी नहीं है उसके पास हालेलुया आपका सोच भी हालेलुया परमेश्वर हटा നിനക്ക് देगा। ജീവിക്കാൻ ഒരുപക്ഷെ പുറത്തുടനെ യാതൊരു മാർഗവുമില്ല, നിനക്ക് ഒരുപക്ഷെ ഫീൽ ആയിരിക്കാം. आप शायद ऐसे सोचेंगे कि मुझे जीवन में बाहर आने के लिए कोई रास्ता नहीं है। നീ ജയിലിനകത്ത് കിടന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ചിന്തകൾ മാത്രമേ ഉള്ളൂ, എങ്ങനെ ഞാൻ ഈ പുറത്തിറങ്ങും. ആ ഭാരത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ നീ ആയിരിക്കുന്നത്. आप शायद इतने बोझ है क्योंकि आप एक बंदीगृह के अंदर है और आप सोच रहे हैं कि कब मैं कैसे यहाँ से बाहर आऊं। ചിന്തിച്ച് ചിന്തിച്ച് മനോനിലവാരങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പോയി കാണും. കാരണം ഏകനല്ലേ ഒറ്റയ്ക്കല്ലേ ആയിരിക്കുന്നത്. आमीन। और चिंता करते 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 आपका सोच भी बहुत मतलब कमजोर पड़ गया है। നിന്നെ സുബോധമില്ലാത്തവനാക്കിയിട്ട് നീ ശരീരത്തോടു കൂടെയോ ശരീരത്തിനില്ലാതെയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിന്റെ മനസ്സിന്റെ ചിന്തകളെ മുഴുവൻ മുരടിപ്പിച്ച് മരവിപ്പിച്ച് സുബോധമില്ലാത്തവനാക്കി ഒരു അത്ഭുതത്തിൽ കൂടി കർത്താവ് ഈ പകൽക്കാലം നിന്നെ കടത്തിവിടുകയാണ്. आमीन। और परमेश्वर
परमेश्वर आपको गिन रहा है, क्योंकि परमेश्वर आपके सोच को बाहर लेकर आकर आपको वहां से बाहर लेकर आया, क्योंकि आप सोच भी नहीं सकते कि कैसे परमेश्वर ने आपको वहां से बाहर लेकर आया ലോകപ്രകാരം है। നിനക്ക് പരിജ്ഞാനമില്ല, ലോകപ്രകാരം നിനക്ക് ബുദ്ധിയില്ല, ലോകപ്രകാരം നിനക്ക് അറിവില്ല, ലോകപ്രകാരം നിനക്ക് കഴിവുകളില്ല, ലോകപ്രകാരം നിനക്ക് പണമില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നീ സുബോധമില്ലാത്തവനായി നിന്നെ കർത്താവ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരാധനയോടും എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും ആരാധിക്കണം എന്നുള്ള കാഴ്ചപ്പാടും ചിന്ത, എപ്പോഴും അന്യഭാഷ, എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സുബോധമില്ലാത്ത വ്യക്തിയെ പോലെ കർത്താവ് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. और यहाँ पर आप शायद हालेलुया दूसरे लोगों के जैसा आपका ज्ञान नहीं होगे, दूसरे लोगों के जैसे पैसे नहीं होगे, दूसरे लोगों के जैसा हाल सारे आशीष नहीं होगे, लेकिन परमेश्वर आपके जो चिंता है उसको बदल कर, क्योंकि परमेश्वर के काम हमारे सोच से भी बढ़कर है, इसीलिए परमेश्वर आपके सोच को बाहर लेकर आकर वो आपके जीवन में अद्भुत कार्य को करेगा। 11-ാം അധ്യായത്തിൽ പറഞ്ഞ പത്രോസിന് സുബോധം വന്നപ്പോൾ ആദ്യം തനിക്ക് മനസ്സിലായത് എനിക്ക് വിടുതൽ പ്രാപിച്ചു എന്നുള്ളതാണ്. I have delivered from the Herod's hand. और 11 में हम देखते हैं कि जब पतरस को वो सोच, जब हाल उसको वापस आया, तब वो सोच वो समझ गया कि हाँ मैं उस कारागृह से बाहर आ चुका हूँ। ഈ പത്രോസ് ദൂതൻ വിട്ടു തെരുവ് കടന്ന് ദൂതൻ വിട്ടുപോയതിനു ശേഷം താൻ നേരെ കടന്നു പോകുന്നത് 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഗ്രഹിച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और ये पतरस जब स्वर्गदूत उसको छोड़कर चला गया, वो कहाँ पर गया? पहले वो हालेलुया माता मरियम के घर में वो पहले गया। ഇത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന സംഭവങ്ങളാണ്. और ये एक ही रात में होने वाला संभव है। നേരം വെളുത്തിട്ടില്ല, അതിനു മുൻപാണ് പത്രോസ് കടന്നു പോകുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. और दिन नहीं हुआ, उजाला नहीं हुआ, लेकिन उस समय वो कहाँ जा रहा? वो प्रार्थना का घर में वो जा ഇന്ന് रहा പകൽ है। ദൈവസഭയോട് ദൈവമക്കളോട് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രാപിച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലം ഏതാണ്? ആദ്യം നിങ്ങൾ ആരെയാണ് ഫോൺ ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ ആരോടാണ് നിങ്ങളുടെ അത്ഭുതങ്ങളെ വിളിച്ചു പറയുന്നത്? ഇന്ന് പകൽ ഈ വചനാടിസ്ഥാനത്തിൽ പത്രോസ് ഡെലിവറൻസ് വിടുതൽ പ്രാപിച്ചതിന് ശേഷം താൻ കടന്നുപോയത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലേക്കായിരുന്നു. आमीन। प्यारे भाई बहन, हम आपसे प्रश्न पूछना चाहते हैं कि जब हालेलुया। आपको छुटकारा मिल जाता है तो पहले आप कहाँ जाते हैं? किसको आप फोन करके बुलाते हैं? लेकिन यहाँ पर पतरस ने हालेलुया प्रार्थना करने वाले जगह पर गया है। സുഹൃത്തുക്കളുടെ വീട്ടിൽ അവൻ പോയില്ല, वो अपने दोस्तों के घर में नहीं गया, അമ്മാവിമ്മയുടെ വീട്ടിൽ അവൻ പോയില്ല. वो माँ के घर में नहीं गया। ഇവിടെ എല്ലാം പോയാൽ വീണ്ടും ഹെരോദാവിന്റെ ആൾക്കാരെ വന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് പോകും. अगर वो उसके घर जाते तो फिर से ये हेरोद के लोग आकर उनको पकड़ के लेकर जाते പലരും थे। സ്വാതന്ത്ര്യമായതിനു ശേഷം തിരിച്ചും ബന്ധിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ കൂട്ടത്തിൽ ചേരാത്തത് കൊണ്ടാണ് പലർക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. हमारे जीवन में बार बार परेशानी क्यों आता है? क्योंकि हम प्रार्थना के घर में नहीं जाते हैं, इसीलिए बार बार समस्या आते हैं। പലരും വിളിച്ചു പറയാറുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. बहुत सारे लोग फोन करके बोलते हैं, पास्टर जी मेरे लिए प्रार्थना करें। ഞങ്ങൾ പ്രാർത്ഥിക്കും. हम प्रार्थना करते हैं കുറച്ച് കഴിയുമ്പോൾ ആ വിഷയത്തിന് ഒരു വിടുതൽ നടക്കും. और कुछ समय के बाद उनके जीवन में छुटकारा होता है। പിന്നെ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമില്ല, फिर उनके प्रार्थना का कोई विषय नहीं പിന്നെ रहता है, പ്രാർത്ഥനക്കാരുമായിട്ട് ബന്ധമില്ല, और प्रार्थना करने वाले लोगों के साथ में भी कोई संबंध नहीं പിന്നെ रहता है। ചർച്ചിൽ പോകില്ല. फिर कलीसिया में नहीं जाते उन കാരണം लोग, വിടുതൽ പ്രാപിച്ചല്ലോ. क्योंकि उनको छुटकारा मिल चुका है। അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയുമായി പിശാച് കടന്നു വരും. और दूसरे वर्ष में वैसे ही समय में शैतान और भी बड़े समस्या उनके जीवन में लाता है। പത്രോസ് അമ്മാവിയുടെ വീട്ടിൽ പോയാൽ പടയാളികളെ പേരോദാവ് നേരം വെളുക്കുമ്പോൾ അയക്കും. അതുകൊണ്ടാണ് പത്രോസ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിലേക്ക് പോയത്. पतरस अपने सास के घर में जा सकता था, लेकिन वहां जाने से ये हेरोद लोग आकर उनको फिर से पकड़ के ले जा सकता है, इसीलिए पतरस ने पहले प्रार्थना के घर में गया। പത്രോസ് ചെല്ലുമ്പോഴും അവിടെ ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. पतरस जब वहां पहुंचने वाला था तभी भी वो लोग उनके लिए प्रार्थना कर रहा था। പത്രോസ് എന്ന വാതിൽക്കൽ ചെന്ന് മുട്ടുകയാണ്, ആഞ്ഞാഞ്ഞ് മുട്ടുകയാണ്. और पतरस जाकर वो प्रार्थना के घर में जाकर वो दरवाजा को खटखटा रहा था। ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറത്ത് പ്രാർത്ഥിച്ച വ്യക്തിയെക്കുറിച്ചുള്ള റിസൾട്ട് വന്ന് നിൽക്കുമ്പോൾ അകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. आमीन। बाहर जब प्रार्थना का जब रिजल्ट हुआ है, लेकिन अंदर में प्रार्थना निरंतर चल रहा था। മറുപടി ലഭിക്കുന്നിടവരെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഇന്ന് പകൽ ദൈവമക്കൾ പ്രാപിച്ചെടുക്കട്ടെ. आमीन। लो लगाकर निरंतर प्रार्थना करने के लिए परमेश्वर इन दिनों में हमें सहायता करे। ഹല്ലേലൂയ. ഹല്ലേലൂയ. രോധ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്ന് വാതിൽ തുറക്കുവാൻ അവൾ ഓടി വന്ന് പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, യെസ് പീറ്റർ അങ്കിൾ ഹസ് കം. അവർ പോയി പറയുകയാണ്, പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു. और रोधा जो लड़की था वो जब
पतरस का आवाज सुना वो समझ में आया कि हाँ ये पतरस है, इसलिए वो जाकर सबको बोलने लगा। അവർ പറയുകയാണ്, നിനക്ക് ഭ്രാന്തുണ്ട്, ഈ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ഈ ജയിലിൽ നിന്ന് വിടുവിപ്പാൻ, ആ ചങ്ങലയിൽ നിന്ന് ഊരി വരുവാൻ ഇത് അസാധ്യമാണ്. പക്ഷേ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, അസാധ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം സാധ്യമാക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. आमीन। यहाँ पर वो जब सुना लड़की का बात तो वो बोलने लगा कि तुम पागल हो चुके हो, क्योंकि ये जो बंदीर गृह से कौन बाहर आ सकता है, ऐसे लोहे के दीवार से कौन बाहर आ सकता है। लेकिन हालेलुया परमेश्वर ने अद्भुत काम किया है। वैसे जो चीज आप विश्वास नहीं कर सकते हैं, परमेश्वर वो चीज आपके लिए करने वाला है। സാധ്യമാകുന്ന വിഷയങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും. അസാധ്യമെന്ന് ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് കർത്താവ് പ്രാർത്ഥിപ്പിക്കുവാനിടയായി തീരും. आमीन। साधारण चीज जो है उसको हमारे द्वारा कर सकता है, लेकिन जो असाधारण चीज है उसके लिए परमेश्वर हमें प्रार्थना करवाएगा। ഇന്ന് പകൽ അങ്ങനെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. और ऐसे एक समय परमेश्वर का अद्भुत काम आपके जीवन में होने पाए। വർഷങ്ങളായും കാലങ്ങളായും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അസാധ്യമെന്ന് പ്രാർത്ഥനാ വിഷയമെന്ന് ലോകവും ഡോക്ടർമാരും വൈദ്യന്മാരും വിധി എഴുതിയാണെങ്കിൽ പോലും എൻ്റെ കർത്താവ് ഈ പകൽ നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. आमीन। सालों से बहुत सारे साल गुजर गया है, आपका प्रार्थना का उत्तर नहीं हुआ है, लेकिन इन दिनों में हालेलुया असाधारण वो जो विषय है उस पर परमेश्वर कार्य करने वाला है और आपके लिए वो करने वाला है। പത്രോസ് വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. और फिर से पतरस बार-बार दरवाजा खटखटा रहा അവർ है വന്ന് വാതിൽ തുറന്നു. और उन लोग आकर दरवाजा खोला പത്രോസിനെ കണ്ട് വിസ്മയിച്ചു. और पतरस को देखकर उन लोग बहुत खुश होकर उनको स्वीकार किया। നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ വാതിൽ പടിയിൽ ഈ പകൽ പ്രവേശിക്കട്ടെ. आमीन। आपके जीवन में वो असाधारण चीज प्रवेश करने पाए यीशु के नाम से। നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന നന്മകൾ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഈ പ്രഭാതത്തിൽ പ്രവേശിക്കട്ടെ. और आपके जीवन में आश्चर्य कामों को परमेश्वर आपके दरवाजा के अंदर लेकर आएगा इन दिनों में। ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വിസ്മയിക്കുവാൻ പോകുന്നു, അതിശയിക്കുവാൻ പോകുന്നു. आप लोग आश्चर्य होने वाले हैं। ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. और परमेश्वर की आत्मा कह रहा है कि ऐसे सारे विषय जो आपको आश्चर्य करेगा वो सारे विषय परमेश्वर आपके जीवन में करने वाला है। 17-ാമത്തെ വാക്യത്തിൽ അവർ മിണ്ടാതിരിക്കുവാൻ അവരെ ആംഗ്യം കാട്ടി. മിണ്ടരുത്, ശാന്തമാകുക, മിണ്ടരുത്, ആംഗ്യം കാട്ടുകയാണ് പത്രോസ്. और पतरस कह रहा है कि तुम लोग आवाज मत करो, आप लोग शांत हो जाओ। ആമേൻ. അവരെ ധൈര്യപ്പെടുത്തുകയാണ്. പത്രോസ് ആരെയൊക്കെ ധൈര്യപ്പെടുത്തുന്ന അറിയാമോ? യാക്കോബിനു ശേഷം സഹോദരന്മാരോട് അറിയിക്കുമെന്ന് പറഞ്ഞ് അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. और यहाँ पर सबको शांत करा रहा है, कराने के बाद वो दूसरे एक स्थान में चला गया। യേശു പോയ സ്ഥലങ്ങളെല്ലാം വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. आमीन। यीशु जो स्थान में गया है वो सारे विषय में वचन कहता है। യേശു ജനിച്ച സ്ഥലം, यीशु का जन्म का स्थान, യേശു പ്രവർത്തിച്ച സ്ഥലങ്ങൾ, यीशु प्रचार करने का स्थान, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം, यीशु का क्रूस का स्थान, യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലം, यीशु जहाँ पर पुनरुत्थान वहाँ യേശു के स्थान, സ്വർഗാരോഹണം ചെയ്ത സ്ഥലം, और जहाँ यीशु स्वर्ग में गया वो स्थान, പൗലോസിനെ കർത്താവ് കണ്ട സ്ഥലം, पौलुस को देखने वाला स्थान, പത്രോസ് എവിടെയാണ് വന്നതെന്നുള്ള സ്ഥലം, എവിടെ നിന്നാണ് വന്നതെന്നുള്ള സ്ഥലം, और पतरस कहाँ से आया वो स्थान। ഈ സ്ഥലങ്ങളെല്ലാം വചനം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ और ये सारे स्थान को वचन क्लियर से दिखाने के समय में ഇവിടെ ബന്ധിക്കപ്പെട്ടവനായി പുറത്തു കൊണ്ടുവന്ന പത്രോസ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് തിരുവചനത്തിൽ ആ സ്ഥലത്തിന്റെ പേര് വ്യക്തമായി പറയുന്നില്ല. और यहाँ पर लेकिन पतरस को छिपा कर रखने वाला स्थान वचन सीधा से नहीं कह रहा है। ഇന്ന് പകലും പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ചെയ്യുന്നത്. वैसे ही ये इस दिन में भी परमेश्वर की आत्मा ऐसे ही कर रहा है। നിന്നെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പിശാചിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാതെ, आमीन। आप जहाँ पर है आपको कोई आपके दुश्मन को कोई भी जानकारी ना देकर, നിന്റെ അഭിഷേകം എത്ര വലുതാണെന്ന് പിശാചിന് ഇൻഫർമേഷൻ കൊടുക്കാതെ, आपका जो अभिषेक कितना बड़ा है वो जानकारी भी शैतान को ना देकर, നിന്റെ തലമുറകൾ എത്ര നന്മകൾ ഉണ്ടെന്ന് പിശാചിന് ഇൻഫർമേഷൻ കൊടുക്കാതെ, आपके जो पीढ़ी को कितने आशीष से भरने वाला है वो भी ज्ञान शैतान को ना देकर, നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്നുള്ള ഇൻഫർമേഷൻ പിശാചിന് കൊടുക്കാതെ, और आपका जो भविष्य क्या होने वाला है उसके विषय में भी जानकारी शैतान को ना देकर, ഇന്ന് രാത്രി പിശാചിന് സ്ഥലം പോലും പിശാചിനോ ലോകത്തിനോ സ്ഥലം പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എന്നെയും നിങ്ങളെയും സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. आमीन। और ऐसे एक स्थान में जहाँ शैतान भी नहीं जानता है वैसे एक स्थान में आपको और हमें परमेश्वर सुरक्षा दे रहा है. ആ
സ്ഥലത്തിന്റെ പേര് സൈലന്റ് ആണ്. ആ വേദഭാഗം और वो स्थान का नाम है शांत का नाम। ഹല്ലേലൂയ. ആമേൻ. വേറൊരു സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. वो बाइबल में ऐसा कहता है कि एक दूसरे स्थान पर ആ गया। വേറൊരു സ്ഥലം ഏതാണ്? वो दूसरा एक स्थान क्या है? തിരുവചനത്തിൽ എങ്ങും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. और वचन में कहाँ भी उसके विषय में नहीं लिखा है। എന്നതുപോലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മറച്ചു വെക്കുന്നത്, നിങ്ങളുടെ എവിടെയാണ് കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നത്, പിശാചിന് കർത്താവ് ഇൻഫർമേഷൻ കൊടുക്കുകയില്ല. और वैसे ही आपको और हमें परमेश्वर एक स्थान में, गुप्त स्थान में परमेश्वर हमें रख रहा है और शैतान को इसका कोई जानकारी नहीं होगा। പടയാളികൾക്ക് പെട്ടെന്ന് പരിഭ്രമം, നേരം വെളുത്തപ്പോൾ പടയാളികൾക്ക് പരിഭ്രമമായി. और जब सिपाही लोग को जब ज्ञान आया तब उन लोग ने सोचने लगा क्या हुआ। ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണാകിയാൽ പടയാളികളെ കൊല്ലുവാൻ കൽപ്പിച്ചു. और ये जो हेरोद जो राजा था वो भी बहुत ढूंढने के बाद जब नहीं मिला, सिपाही लोग को मार डाला। അടുത്ത വാക്യം ശ്രദ്ധിക്കുക. പിന്നെ അവൻ കൈസരിയ വിട്ട്, അവൻ യഹൂദിയ വിട്ട് കൈസരിയിലേക്ക് പോയി. और फिर लिखा है कि वो हेरोद को छोड़कर कैसरिया में चला गया। ആരാണ് പോയത്? कौन चला गया? പത്രോസ് അല്ല പോയത്. पत्रोस नहीं गया, ഹെരോദാവ് പോയി. हेरोद गया। യഹൂദിയ വിട്ട് यहूदा को छोड़कर കൈസരിയിലേക്ക് പോയി. कैसरिया में गया। ഇതിനകത്തൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയട്ടെ. और इसके बीच में एक दूत हम कहना चाहते हैं, നിന്റെ മേൽ നിന്റെ മേൽ അധിവസിച്ച, നിന്റെ മേൽ വാണ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്ക് സ്ഥാന ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. आमेन। आपके ऊपर जो शक्ति हालेलुया आपके ऊपर राज करने किया था, उसके जीवन में हालेलुया एक यात्रा शुरू हो रहा है। കാലങ്ങളായി, വർഷങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി ഇതിനെ തടവിലാക്കിയ ദുരാത്മമണ്ഡലങ്ങൾ അതിന് ട്രാൻസ്ഫർ ആകുവാൻ പോകുന്നു. आमेन। सालों से आपके ऊपर राज करने वाला शक्ति, राज करने वाला जो भी दुष्क्रिया, उनका स्थान बदलने वाला है। Praise God. Amen. പെട്ടെന്നൊരു ദിവസം കടന്നു വരികയാണ്. ഹെരോദാവ് വലിയൊരു പ്രസംഗം നടത്തുകയാണ്. और कुछ दिनों के बाद हम देख सकते हैं कि हेरोद एक बहुत बड़ा एक उत्सव मना रहा है। ഈ പ്രസംഗത്തിനിടയിൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് ദൂതൻ ഇറങ്ങി വന്നവനെ അടിച്ചു. और ऐसे एक मतलब एक माहौल में वो परमेश्वर को ना आदर दिया, इसीलिए स्वर्गदूत उतर आया। എന്റെ ചോദ്യം, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നത് അവൻ മാത്രമല്ല, ഭൂമിയിൽ എത്രയോ പേർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ആ കാലത്തിലും ആ ദിവസവും ജീവിച്ചിരുന്നു. आमेन। और वैसे ही बहुत सारे लोग दुनिया में हाल ऐसे हैं जो परमेश्वर को आदर नहीं देते थे। എന്നാൽ പ്രത്യേകിച്ച് അവനെ മാത്രം എന്തിനാ ദൈവം ടാർഗറ്റ് ചെയ്തത്? लेकिन क्यों परमेश्वर ने उसी को परमेश्वर ने निशाना बनाया? ഇതേ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഹെരോദ് എന്ന് പറഞ്ഞ പ്രാർത്ഥനക്കാരനെ അവൻ വാൾ കൊണ്ട് കൊന്നു. और क्योंकि 12 और 2 में लिखा है कि प्रार्थना करने वाले याकूब को इस हेरोद ने तलवार से मार डाला। ആ സമയം മുതൽ ദൈവത്തിന്റെ കണ്ണ് അവന്റെ മേലുണ്ടായിരുന്നു. और उसी समय से परमेश्वर की आंख उस व्यक्ति, उस राजा के ऊपर था। ഏതെങ്കിലും പ്രാർത്ഥനക്കാരനെ പിശാചോ ഈവിൾ മെന്നോ ഈവിളുകളോ തൊട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ കണ്ണ് അവന്റെ മേലുണ്ട്. और जब कभी हाल प्रार्थना लोगों को, प्रार्थना वीरों को कोई भी शक्ति, कोई भी इंसान, कोई भी शैतान जब छूता है, उसी समय से परमेश्वर की आग उसके ऊपर आ जाता നിങ്ങൾ है। പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. अगर आप प्रार्थना करने वाले व्यक्ति है तो शैतान अगर कुछ भी करे, परमेश्वर उसको मौका नहीं देगा आपके जीवन में कार्य करने के ആരെങ്കിലും लिए। നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവന് പ്രതികാരം ചെയ്തിരിക്കും. आमीन। कोई भी अगर आपके विरोध में कुछ किया है, अगर कुछ सोचता भी है, तो परमेश्वर उसके लिए लड़ाई करेगा। നിങ്ങളുടെ പ്രാർത്ഥന മുടക്കിയവനെ ദൈവം തൊട്ടിരിക്കും. आमीन। वो प्रार्थना करने वाले लोगों के लिए वो हालेलुया आएगा। നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിന്നവനെ അവൻ തൊട്ടിരിക്കും. आमीन। आपके प्रार्थना के विरोध जो आता है, हालेलुया उसको नाश करता है। ഹെരോദാവിനെ കൊല്ലാനുള്ള കാരണം ഇത് മാത്രമായിരുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കായിക മാത്രമായിരുന്നില്ല. आमीन। हेरोद को मारने का कारण सिर्फ ये नहीं था कि वो परमेश्वर को आदर नहीं दिया। ദൈവത്തിന്റെ മനസ്സ് വായിച്ച് എനിക്ക് മനസ്സിലായത് ഹെരോദോ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മാത്രമല്ല, അവൻ എന്റെ പ്രാർത്ഥനക്കാരന്റെ മേൽ കൈവച്ചു. ആമേൻ. അതിന്റെ പകരം ഞാനൊരു ദൂതനെ 5-ാമത്തെ വാക്യത്തിൽ അയച്ചു. ആ ദൂതനൊരു പ്രൊജക്റ്റുമായിട്ട് വിട്ടിരിക്കുകയാണ്. പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിക്കുക, പത്രോസിനെ തൊട്ടവനെ തട്ടിയിട്ട് വരിക. आमीन। आमीन। यहाँ पर हम देख सकते हैं कि ये जो हेरोद राजा ने परमेश्वर को आदर Thank you, नहीं दिया, Jesus. इसी एक कारण के लिए स्वर्गदूत उतर नहीं आया, लेकिन वो प्रार्थना करने वाले याकूब को छुआ। वो हालेलुया, वो पहले बार हालेलुया पतरस को उस बंदी गृह से बाहर लेकर वो एक एग्जाम्पल था, और फिर से लौट आया। ദൂതൻ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. वो स्वर्गदूत ने उसको मारा और मरने से पहले उसके शरीर को कीड़ा खा लिया। ഹല്ലേലൂയ.
ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം സന്തോഷം കൊണ്ട് ആരംഭിക്കുന്നില്ലെങ്കിലും ഇത് അവസാനിക്കുന്നത് ഒരു ജോയ്ഫുൾ ന്യൂസുമായിട്ടാണ്. और यहाँ पर हालेलुया हम देख सकते कि जो 12 अध्याय का 1 में अगर हम देख सकते तो ये शुरुआत होता है एक दुख के विषय के साथ, दुख के खबर के साथ, लेकिन अंत होता है एक आनंद के खबर के साथ. നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ കർത്താവ് ആക്കാൻ പോവുകയാണ്. और वैसे ही परमेश्वर आपके जीवन को भी ऐसे करने वाले हैं. നിങ്ങൾക്ക് പ്രതികൂലമായ ഹെരോദ്യ വ്യാപാരങ്ങൾ, the spirit of Herod is going to be punished today in Jesus name. आमीन. इन दिनों में जो हेरोद के जो आत्मा है वो इन दिनों में उनका जीवन में नाश होने वाला है. In the name of Jesus. यीशु मसीह के नाम से. ഇന്ന് രാത്രി എന്നോട് ഇന്ന് പകൽ എന്നോട് പ്രാർത്ഥിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. आमीन. इन दिनों में आप लोग हमारे साथ प्रार्थना करें. ഈ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. और ये सभा का एक विशेष गुण था, वो है वो लौ लगाकर प्रार्थना करते थे. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. वो लौ लगाकर प्रार्थना करते थे. സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചു. एक समर्पण के साथ वो प्रार्थना करते थे. അവർ ആദരവോടെ പ്രാർത്ഥിച്ചു. और पूरे आदर के साथ वो प्रार्थना करते थे. കണ്ണുനീരോടെ അവർ പ്രാർത്ഥിച്ചു. वो आंसुओं के साथ उन लोग प्रार्थना किए थे. നിരന്തരം അവർ പ്രാർത്ഥിച്ചു. निरंतर उन लोग प्रार्थना किया. ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ റെഡിയാണോ? इस समय क्या आप लोग तैयार है प्रार्थना करने के നിങ്ങളുടെ लिए? ഭവനത്തിനകത്ത് വ്യക്തിജീവിതത്തിനകത്ത് ഇന്ന് പകൽ നിങ്ങളുടെ പത്രോസുമാർ വിടുവിക്കപ്പെടും. आमीन. आपके घर में, आपके परिवारों में परमेश्वर पत्रोस को छुड़ाएगा. പുതിയ നിയമത്തിൽ ആരാണ് പത്രോസ്? ये नए नियम में पत्रोस कौन है? ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പത്രോസ്. परमेश्वर का वायदा है पत्रोस. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ കർത്താവ് ഈ പകൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഫ്രീ ആക്കാൻ और പോകുകയാണ്. इन दिनों में आपके जीवन में जो वायदा है उस वायदा को परमेश्वर आजाद करने वाला है. ഇന്ന് പകൽ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. और इस समय हम आंख बंद करके कुछ समय के लिए प्रार्थना करेंगे. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ यीशु के अधिकार के नाम से. കർത്താവിനോട് പറയുക, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് ആരാധിക്കാൻ അറിയില്ല, എനിക്ക് പാട്ടുപാടാൻ അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിൽക്കുന്നെങ്കിൽ യഹോവയുടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട്. आमीन. आप बोले परमेश्वर मुझे आराधना करना, प्रार्थना करना, वचन पढ़ना मुझे नहीं आता है और मैं अपने शक्ति और सामर्थ के साथ खड़ा नहीं होना चाहता. इस समय परमेश्वर आपके आत्मा के द्वारा मैं खड़ा होना चाहता എനിക്ക് हूँ. വേണ്ടി വാദിക്കുവാൻ അഡ്വക്കേറ്റുമാരില്ല. वो मेरे लिए बात करने के लिए कोई एडवोकेट नहीं है. എന്നെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ ആരുമില്ല. वो मुझे सहायता करने के लिए इस दुनिया में कोई नहीं है. എനിക്കൊരു ദൈവമുണ്ട്. लेकिन मुझे एक परमेश्वर है. കോടാന കോടി ദൂതന്മാരെ കൈകാര്യം ചെയ്യുന്ന സ്വർഗത്തിലുള്ള സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. आमीन. कोटि कोटि स्वर्गदूत को और सेनाओं का यहोवा परमेश्वर वही हमारा प्रभु है. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ ആത്മാവിൽ ദൈവത്തോട് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ട്. और जब हम आपके लिए प्रार्थना करेंगे तब आप भी अपने जो सारे विषय हैं वो सारे विषय को बोलकर आप ध्यान से प्रार्थना करें. നടക്കത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ പോലും ഈ പകൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു തരുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. आमीन. जो चीज हम सोचते हैं कि नहीं होगा, लेकिन वो सारे चीज परमेश्वर आपके लिए और हमारे लिए करने के लिए हमारा परमेश्वर योग्य है. ഇത് സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനത്രേ നടക്കുന്നത്. आमीन. ये बल से और शक्ति से नहीं हो सकता है, सिर्फ परमेश्वर की आत्मा के द्वारा हो सकता ഇതൊരു है. പ്രസംഗം കൊണ്ട് നടക്കുന്ന വിഷയമല്ല. और ये सिर्फ प्रचार करके हो नहीं सकता. ഇതൊരു ആരാധന നടക്കുന്ന വിഷയമല്ല. और ये सिर्फ आराधना करने का विषय नहीं है. ദൈവാത്മാവ് തന്റെ സമയത്ത് തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. आमीन. और ये परमेश्वर के आत्मा के द्वारा सही समय में करने वाला एक सेवकाई है. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ മനുഷ്യർ ദൈവത്തോട് ശുശ്രൂഷിക്കുമ്പോൾ 12-ാം ദൈവം മനുഷ്യനെ ശുശ്രൂഷിക്കുന്നു. और ये प्रेरित की किताब उसका 3 अध्याय से लेकर 11 अध्याय तक हालेलुया इंसान लोग जब परमेश्वर की सेवकाई कर रहे थे 12 अध्याय में स्वर्ग इंसान लोगों के लिए सेवकाई करना शुरू किया. ഈ നിന്റെ അധ്യായം ആ ഒരു അധ്യായമാണ്. और ये अध्याय आपका भी अध्याय है. നീ ഓടിയത് കർത്താവ് കണ്ടു. आप जो भागा वो परमेश्वर ने देखा. നീ അധ്വാനിച്ചത് കർത്താവ് കണ്ടു. आप जो कोई भी परिश्रम किया वो भी परमेश्वर ने നിങ്ങൾ ഒരു देखा. ഗ്ലാസ് വെള്ളം കൊടുത്തത് ദൈവം കണ്ടു. वो आपने एक गिलास पानी दिया वो परमेश्वर ने देखा. ഇന്ന് കർത്താവിന്റെ ദിവസമാണ്. लेकिन आज परमेश्वर का दिन है. നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ദിവസമാണ്. वो आपको निशाना बनाने का दिन നിങ്ങൾക്ക് വേണ്ടി है. ശുശ്രൂഷിക്കുന്ന ദിവസമാണ്. आपके लिए सेवकाई करने का दिन है. ദൂതനെ ഇറക്കുന്ന ദിവസമാണ്. स्वर्गदूतों को भेजने का समय है. കാരാഗ്രഹം പൊളിയുന്ന ദിവസമാണ്. वो कारागृह को
तोड़ने का दिन है। യേശുവിൻ നാമത്തിൽ നിന്റെ ജനത്തിന്മേൽ ഇത് സംഭവിക്കട്ടെ. यीशु मसीह के नाम से अपने लोगों के जीवन में होने पाए। യേശുവിൻ നാമത്തിൽ ജനം സ്വതന്ത്രമാകട്ടെ. यीशु के नाम से आपके लोग आजाद होने पाए। എല്ലാ രോഗത്തിന്റെ കാരാഗ്രഹങ്ങളും യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. और रोग की जो कारागृह है वो है तोड़ने पाए। എല്ലാ അഭിചാരങ്ങളുടെയും ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. हर एक मंत्रवादी की हर एक मंत्र की जो बंधन है वो सारा चीज नाश होने എല്ലാ पाए। പാരമ്പര്യ ശാപങ്ങളും യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. हर एक पारंपरिक शाप यीशु मसीह के नाम से टूटने पाए। നാമത്തിനകത്ത് പേരിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ. वो नाम के ऊपर जो भी दुष्ट क्रियाएं हैं वो सारा चीज नाश होने पाए यीशु के नाम से। തന്റെ വിശുദ്ധന്മാർ പുറത്തു വരട്ടെ. वो आपका जो जीवन है वो बाहर आने पाए। വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. आपका जो वायदा वो बाहर आने पाए। വാഗ്ദത്തവും പ്രാർത്ഥിക്കുന്നവരുമായി സംബന്ധമുണ്ടാകട്ടെ. वो आपका वायदा और आपका प्रार्थना में एक संबंध होने पाए। യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. यीशु मसीह के नाम से आपके बच्चे लोग को आशीष करके प्रार्थना करते അവർ हैं। സമ്പത്തിൽ പെറ്റു പെരുകട്ടെ. वो उन लोग संपत्ति में उन लोग बढ़ोतरी को पाने पाए। നന്മകൾ കണ്ണുകൊണ്ട് കാണുമാറാകട്ടെ. वो हर एक आशीषों को उन लोग अपने आंखों से देखने पाए। ദൈവം എന്നെ മാനിച്ചത് പറയുവാൻ ദൈവം वो ഇടയാക്കുമാറാകട്ടെ. परमेश्वर ने मुझे आशीष किया है, आदर किया है, ऐसा उन लोग अपने मुंह खोल कर बोलने पाए। യേശുവിൻ നാമത്തിലൂടെ അതിരുകളെ വിശാലമാക്കുകയാണ്. यीशु मसीह के नाम से उन लोग के मुंह बड़ा होने पाए। കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും എക്സ്പാൻഡ് ആകട്ടെ. वो परमेश्वर उनके लिए हर एक दरवाजा, हर एक बाएं दाएं सारा चीज बढ़ने पाए। കിഴക്ക് തടുക്കരുത്, हालेलुया। വടക്ക് തടുക്കരുത്, ആമേൻ. പടിഞ്ഞാറ് തടുക്കരുത്, कोई भी തെക്ക് തടയരുത്. യേശുവിൻ നാമത്തിൽ, आमीन। कोई भी उन्हें रोक नहीं पाए यीशु के नाम से। യേശുവിൻ നാമത്തിൽ यीशु के नाम से ഒരു വലിയ സമ്പൽ സമൃദ്ധിയുള്ളവരായി ദൈവത്തെ സേവിക്കുന്നവരായി ഈ ജനം പ്രിയപ്പെട്ടവർ മാറട്ടെ. आमीन। യേശുവിൻ നാമത്തിൽ आपके लोग बहुत संपत्ति के साथ आपके सेवक आए और आपके काम करने वाले लोग में बदल जाए। ഇവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ട്രാൻസ്ഫർ ആകട്ടെ. आमीन। इन लोगों को हालेलुया कष्ट देने वाले जो राजा है उन लोग ट्रांसफर होने पाए, സ്വതന്ത്രമാകട്ടെ. उन लोग आजाद होने पाए। യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. यीशु के नाम से हम आशीष करके प्रार्थना करते എല്ലാ हैं। ഇരുട്ടിന്റെ ഉടമ്പടികളും തകർന്നു പോകട്ടെ. हर एक अंधकार की जो शक्ति है, क्रिया है, वो टूटने पाए യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम से। എല്ലാ കർത്താവേ നിയമപരമല്ലാത്ത എല്ലാ കാവലുകളും തകർന്നു പോകട്ടെ. ओ हर एक हालेलुया अनुचित रीति से हालेलुया जो कुछ भी बंधन है, जो कुछ भी दीवार है, वो टूटने पाए यीशु के नाम से। രാത്രിയും പകലും ഇവരെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന എല്ലാ അന്യായ കാവലുകളും യേശുവിൻ നാമത്തിൽ തകർന്നു പോകട്ടെ. ये जो अन्याय, जो बंधन है, जो दीवारें है, जो दरवाजा है, वो सारा चीज आज टूटकर गिरने पाए യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. यीशु मसीह के नाम से संभव യേശുവിൻ हो। നാമത്തിൽ സംഭവിക്കട്ടെ. यीशु के नाम से संभव हो। യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. यीशु के नाम से संभव हो। ഈ വചനത്താൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ये वचन के द्वारा परमेश्वर अपने बच्चे को आशीष करे। വചനം ദൈവമാണല്ലോ. परमेश्वर आपका वचन परमेश्वर है ना। ഈ വചനം അവർ ശ്രവിക്കുമ്പോൾ वो परमेश्वर ये वचन जब उन लोग ध्यान देते हैं, ദൈവത്തിന്റെ അതേ ശക്തിയോടും അതേ കഴിവോടും അതേ ബലത്തോടും ഈ വചനം ക്രിയ ചെയ്യുമാറാകട്ടെ. वो परमेश्वर आपके वचन के वही शक्ति, वही कार्य, वही सामर्थ उनके जीवन में कार्य होने पाए യേശുവിൻ നാമത്തിൽ, यीशु के नाम से। യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ്. यीशु के नाम से हम उनको अनुग्रह करते हैं। ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിന് അത് അനുഭവിക്കുമാറാകട്ടെ. इसी वक्त उस लोग अपने शरीर में अनुभव करने पाए। യേശുവിൻ നാമത്തിൽ അവരുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ വെളിപ്പെടുമാറാകട്ടെ. ओ इसी वक्त उनके शरीर में एक वाइब्रेशन होने ഒരു पाए, കൂൾനെസ് അനുഭവപ്പെടുമാറാകട്ടെ. एक कूलनेस अनुभव करने ഒരു पाए, ഫയർ അനുഭവപ്പെടുമാറാകട്ടെ. एक आग को अनुभव करे। സാധാരണ ചിന്തകൾ മാറി യേശുവിൻ നാമത്തിൽ സൂപ്പർ നാച്ചുറൽ തിങ്കിങ്ങിലേക്ക് തന്റെ വിശുദ്ധന്മാർ കടന്നു വരട്ടെ. वो साधारण सोच को बदल करेगा, साधारण सोच परमेश्वर उनके मन में, दिमाग में लाने पाए। യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. यीशु के नाम से आशीष करते യേശുവിൻ हैं। നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. यीशु के नाम से आशीष करते हैं। ഇരുമ്പോടാമ്പലുകൾ തകർന്നു പോകട്ടെ. वो परमेश्वर हर एक बंधन टूटने पाए। യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. यीशु के नाम से हम लो लगाकर प्रार्थना करते हैं। ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. हम लो लगाकर प्रार्थना करते हैं। ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. वो परमेश्वर आपके संतान
लोगों के साथ हम मिलकर प्रार्थना करते हैं, उनके जीवन के विषय को संभव ഈ करें परमेश्वर। മെസ്സേജ് കേൾക്കുന്നവരും കേൾക്കാത്തവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ओ परमेश्वर, इस वचन को सुनने वाले और ना सुनने वाले सभी के जीवन में कार्य होने ഈ पाए। പ്രാർത്ഥന കേൾക്കുന്നവരും കേൾക്കാത്തവരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ओ ये प्रार्थना सुनने वाले और ना सुनने वाले के जीवन में भी कार्य करे യേശുവിൻ നാമത്തിൽ यीशु के नाम ഒരു से। വചനത്തിന്റെ പൂർവാധികം ശക്തിയോടെ അപ്പോസ്തല പ്രവൃത്തി 12 പേരുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. वो वचन के संपूर्ण शक्ति हालेलुया, ये 12 अध्याय का सामर्थ्य और वचन उनके जीवन में कार्य करे യേശുവിൻ നാമത്തിൽ यीशु के नाम से। കർത്താവേ, ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ओ परमेश्वर, हम लौ लगाकर प्रार्थना करते हैं। ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കെല്ലാം കുറവുകളുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു ओ കർത്താവേ. परमेश्वर, हम अंगीकार करते हैं परमेश्वर, हमारे प्रार्थना आराधना में कमियां हैं परमेश्वर। രാത്രി ഞങ്ങളുടെ കൃപയിൽ ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. लेकिन परमेश्वर, हम आपकी कृपा और आत्मा के ऊपर शरण लेते हैं परमेश्वर। ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരുടെ മേൽ സൗഖ്യം വെളിപ്പെടട്ടെ. ओ परमेश्वर, शारीरिक अगर कोई भी दुविधा में है और कष्ट में या बीमारी में है परमेश्वर, इसी वक्त उन लोग आजादी होने पाए। എല്ലാ അന്യായ വേദനകളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. वो हर एक अन्याय दर्द इसी वक्त यीशु मसीह के नाम से उन लोग चंगा होने पाए। നടുവേദനകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. हर एक घुटने के दर्द से अपने लोगों चंगा होने पाए। സ്പോണ്ടിലൈസിസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. स्पॉन्डिलाइटिस से उन लोग अपने लोग चंगा होने पाए। ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ ഡിസപ്പിയർ ആകട്ടെ. वो हर एक प्रकार के कैंसर शरीर से दूर या गायब होने पाए। കിഡ്നികൾ പ്രോപ്പർ വർക്കിംഗ് ആകട്ടെ യേശുവിൻ നാമത്തിൽ. यीशु के नाम से हर एक किडनी अच्छे से काम करने पाए। ശരീരത്തിന്റെ ഇന്നർ പാർട്സ് ഉള്ള എല്ലാ ഓർഗൻസുകളും യേശുവിൻ നാമത്തിൽ നോർമൽ ഫംഗ്ഷൻ ആകട്ടെ. आमीन। शरीर के हर एक अंगे जो है, अंगों जो है, वो अच्छाई से काम करने पाए यीशु के नाम से। വെന്റിലേറ്ററിലുള്ള യേശുവിൻ നാമത്തിൽ വേഗത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. आमीन। जो कोई वेंटिलेटर में उन लोग को परमेश्वर तुरंत जल्दी से उन लोग चंगा होने पाए। ലങ്സുകൾ സ്ട്രോങ് ആകട്ടെ, ശുദ്ധമാകട്ടെ. वो हर एक जो लंग्स है वो स्ट्रांग और शुद्ध होने पाए। എല്ലാ ഹാർട്ട് ബ്ലോക്കുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. हर एक हार्ट ब्लॉक यीशु मसीह के नाम से भाग जाने पाए। എല്ലാ നെർവ് പെയിൻ, ബോഡി പെയിൻ, ജോയിന്റ് പെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. वो हर एक बॉडी पेन, जॉइंट पेन, नर्व पेन यीशु मसीह के नाम से चंगा होने पाए। നടക്കുവാൻ സാധിക്കാത്തവർ നടക്കുവാൻ ഇടയാകുമാറാകട്ടെ. आमीन। जो चल नहीं सकते वो चलने पाए यीशु के नाम से। കാണുവാൻ സാധിക്കാത്തവർ കാണുമാറാകട്ടെ. जो देख नहीं सकते उन लोग देखने पाए। പ്രോപ്പറായി കേൾക്കുവാൻ സാധിക്കാത്തവർ കേൾക്കുമാറാകട്ടെ. जो ठीक से सुनाई नहीं कर सकते हैं, सुनाई नहीं पा सकते उन लोग सुनाई യേശുവിൻ पाए। നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഇപ്പോൾ ഞങ്ങൾ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. यीशु मसीह के नाम से आपके संतान लोगों को हम आशीष करके प्रार्थना करते പിശാചിന്റെ हैं। എല്ലാ ടോർച്ചറുകളും തകർന്നു പോകട്ടെ. ओ शैतान के हर एक जो हालेलुया संकट है, जो भी करते हैं वो भागने पाए। ഏതെങ്കിലും കുടുംബങ്ങളിൽ രാത്രിയിൽ ദർശനത്തിൽ പീഡിപ്പിക്കുന്ന, സ്വപ്നത്തിൽ പീഡിപ്പിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. आमीन। ओ जो हर एक जो शक्ति जो स्वप्न के द्वारा, दर्शन के द्वारा लोगों को हाल पीड़ित करते हैं, वो यीशु मसीह के नाम से भागने पाए। യേശുവിൻ നാമത്തിൽ തലമുറകളുടെ മേൽ വാഴുന്ന ഡിസൊബീഡിയന്റ് സ്പിരിറ്റിനെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ कैंसिल ചെയ്തു പ്രാർത്ഥിക്കുന്നു. वो परमेश्वर हर एक हालेलुया संतानों के ऊपर, पीढ़ियों के ऊपर आज्ञा ना मानने वाले जो भी आत्मा है, वो सारे आत्मा को हम नाश करते यीशु के नाम से। യേശുവിൻ നാമത്തിൽ ജനറേഷൻ ബ്ലെസ്ഡ് ആകട്ടെ. यीशु के नाम से पीढ़ी आशीषित होने पाए। യേശുവിൻ നാമത്തിൽ തലമുറകൾ ബ്ലെസ്ഡ് ആകട്ടെ. यीशु मसीह के नाम से जो पीढ़ी है वो आशीष होने पाए। കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ ദുരാത്മാക്കളും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ തകർക്കുകയാണ്. ओ हालेलुया शिक्षा के विरोध में जो कुछ भी आत्मा है वो सब को हम नाश करते यीशु के नाम से। ഈ ഭാരതത്തിൽ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവർ എഴുന്നേൽക്കട്ടെ യേശുവിൻ ओ നാമത്തിൽ. परमेश्वर इस भारत में अच्छे शिक्षा के साथ हालेलुया बच्चे लोग उठने पाए यीशु के नाम से। IAS, IPS, കളക്ടേഴ്സ്, മിനിസ്റ്റേഴ്സ് ലെവലിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ, സെയിം ഏജിലുള്ളവർ, മുതിർന്നവർ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ओ परमेश्वर इन पीढ़ी में IAS ऑफिसर, शबाला, IPS, कुशोतोरिया, ओ मिनिस्टर्स, हालेलुया पॉलिटिक्स, शेकेरिया, ओ हालेलुया धोरो, अधिकार धोरो, में आने वाले व्यक्ति लोग उठने पाए यीशु के नाम से। എല്ലാ അശുദ്ധ ബുദ്ധികളും തകർന്നു പോകട്ടെ. ओ हर एक अशुद्ध बुद्धि नष्ट होने पाए। എല്ലാ അശുദ്ധ കരങ്ങളും തകർന്നു പോകട്ടെ. हर एक अशुद्ध हाथ नष्ट होने എല്ലാ पाए। അശുദ്ധ ഹൃദയങ്ങളും പണിഷ്ഡ് ആകട്ടെ. हर एक अशुद्ध हृदय हालेलुया नाश होने पाए യേശുവിൻ നാമത്തിൽ, यीशु के नाम से। യേശുവിൻ നാമത്തിൽ. यीशु के नाम से കുടുംബത്തിന്മേൽ ഭൗമിക നന്മകൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ദുർമണ്ഡലങ്ങളും സാത്താന്യ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ
തകർന്നു പോകട്ടെ. वो परमेश्वर हर एक भविष्य हर एक परिवार के विरोध में जो शैतान हालेलुया खड़ा है वो सारा शैतानी क्रिया यीशु मसीह के नाम से नष्ट होने पाए. പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ വണ്ണം തടസ്സമാകുന്ന ദുരാത്മാക്കൾ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. ओ प्रार्थना करने के लिए ना छोड़ने वाले आत्मा इसी वक्त नष्ट होने पाए. യേശുവിൻ നാമത്തിൽ, यीशु के नाम से, യേശുവിൻ നാമത്തിൽ, यीशु के नाम से, യേശുവിൻ നാമത്തിൽ. यीशु के नाम ഇന്ന് से. രാത്രിയിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ റിസീവ് ചെയ്താട്ടെ യേശുവിൻ നാമത്തിൽ. इस सुबह के समय में आत्मा में आप उसको स्वीकार करें. വിശ്വസിക്കുന്ന കരങ്ങൾ സ്ക്രീനിലേക്ക് നീട്ടി അത് റിസീവ് ചെയ്തെടുത്താട്ടെ യേശുവിൻ നാമത്തിൽ. റിസീവ് ഇറ്റ് ओ अगर आप विश्वास करते तो अपने हाथों को स्क्रीन की ओर बढ़ाकर आप स्वीकार करें. ഭാരതം മുഴുവൻ ഈ പ്രാർത്ഥനയെന്നെത്തട്ടെ. ओ ये पूरे भारत इस प्रार्थना के लिए खड़ा हो जाए. ഹല്ലേലൂയ. ശതലബ Hallelujah. തോരിയാം ദരബി. Hallelujah. തേൽബാല കോശോ തോരിയാം ദരബി നബി. Hallelujah. ഭാരതത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ ഭവനങ്ങളിലും ഈ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ എത്തപ്പെടട്ടെ. आमीन. भारत के हर एक राज्य में हर एक घरों में ये प्रार्थना का जो रिजल्ट है वो कार्य में आने पाए. എല്ലാ സഭകൾക്കകത്തും ഇതിന്റെ റിസൾട്ടുകൾ കാണുമാറാകട്ടെ. वो हर एक सभाओं में ये प्रार्थना का रिजल्ट आने पाए. യേശുവിൻ നാമത്തിൽ, यीशु के नाम से, യേശുവിൻ നാമത്തിൽ, यीशु के नाम से, യേശുവിൻ നാമത്തിൽ, यीशु के नाम से, യേശുവിൻ നാമത്തിൽ. यीशु के नाम से. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर हम एक साथ मिलकर प्रार्थना करते हैं. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ओ आपके आत्मा के द्वारा हमें सहायता करने के लिए धन्यवाद. ക്രിസ്തുവിലുള്ളത് ഞങ്ങൾക്ക് എടുത്തു തരുന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം. ओ पवित्र आत्मा के लिए धन्यवाद जो हमें यीशु के साथ जुड़ाते हैं. താങ്ക് യു ലോർഡ് ജീസസ്. धन्यवाद यीशु. തന്റെ ജനത്തെ ബ്ലസ് ചെയ്യണമേ. अपने जनों को आशीष करे. സന്തോഷമുള്ളവരാകട്ടെ, उन लोग आनंद मनाने वाले लोग बने. സമാധാനമുള്ളവരാകട്ടെ, वो समाधान के साथ जीने के നന്മ लिए, കാണുന്നവരാകട്ടെ, वो आशीषों को देखने के लिए, തേജസ്സുള്ളവരാകട്ടെ, वो अपने तेजोमय जीवन जीने के लिए, അത്ഭുത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാകട്ടെ. वो अद्भुत कामों को देखने के लिए और सुनने के लिए, അവരിൽ കൂടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യിപ്പിക്കണമേ. उनके द्वारा भी आप अद्भुत कामों को करें. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. वो आप अद्भुत कार्य को करने वाले परमेश्वर आप है, हम विश्वास करते हैं. അങ്ങ് ചെയ്യുന്നതെല്ലാം അത്ഭുതമാണ്. वो आप जो कुछ करते वो सारा चीज अद्भुत है. ഹല്ലേലൂയ. हालेलुया. എല്ലാ മഹത്വവും കർത്താവിന്, सारा आदर आप ही को എല്ലാ परमेश्वर, പുകഴ്ചയും കർത്താവിന്, सारा महिमा आपको എല്ലാ परमेश्वर. തേജസ്സും ബഹുമാനവും കർത്താവിന്, वो हर एक जो तेजोमय और ज्योति आपका है എല്ലാ परमेश्वर. ആദരവും കർത്താവിന്. सारा आदर आपको है परमेश्वर. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. प्रार्थना सुनने के लिए धन्यवाद. യേശുവിൻ നാമത്തിൽ പിതാവേ. यीशु के नाम से मांगते हैं पिता. ആമേൻ. आमेन. ആമേൻ. 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 आमेन. പ്രൈസ് ദി ലോർഡ്. जय मसीह. ഹല്ലേലൂയ. हालेलुया. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर बहुत आज से आप सभी को आशीष करे. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ പ്ലീസ് കോൺടാക്ട് us for your prayer request. और नीचे दिया गया जो नंबर है उसके साथ आप संपर्क करें हमें. നിശ്ചയമായും നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാകും. और निश्चय से परमेश्वर आपके जीवन में अनुग्रह को देगा. നിശ്ചയമായും നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകും. और निश्चय रूप से आपको एक अच्छा भविष्य होगा. God bless you. परमेश्वर आपको आशीष करे. See you next week. आने वाले सप्ताह में हम फिर से मिलेंगे. Forward to everyone अपने दोस्तों का फॉरवर्ड करें and connect to the subscribe the YouTube और इस चैनल को आप सब्सक्राइब करें and send to everyone. और अपने दोस्तों को आप भेजें. Call us back. We'll pray for you. हमें आप फोन कीजिए, हम आपके लिए प्रार्थना करते God रहेंगे. bless you. We are from Blessings Assemblies of God Church from Bangalore, Karnataka, India. परमेश्वर आप सभी को आशीष करे. हम बैंगलोर ब्लेसिंग सिटी चर्च कर्नाटका से है. God bless you. परमेश्वर आपको आशीष करे. Have a blessed week ahead. अच्छे एक सप्ताह आपके जीवन में आने पाए. In Jesus' name. यीशु मसीह के नाम से. Amen. आमीन.